കുറേ ദിവസത്തിന് ശേഷമുള്ള കൃഷി വിശേഷങ്ങളാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ഓക്കെ, മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് മാങ്ങയാണ് ഉണക്കിയ മാങ്ങയാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ എന്താ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കാം. എന്താ കണ്ടോ, ഇതിൽ കുറേ മാങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഇതൊക്കെ എന്നാണാവോ വലുതാവുക? ഇതെന്തിൻ്റെ പേര്? തായ്ലാൻഡ് മാവ് അല്ലേ. ഞങ്ങൾ മിനിഞ്ഞാന്ന് റംബൂട്ടാനൊക്കെ പറിച്ച് ഞങ്ങൾ തിന്നു. 4 എണ്ണം കിട്ടി. ബാക്കിയെല്ലാം എന്താ പരിപാടി? ഓക്കെ, ഓനെ താഴ്ത്തു വെച്ചോളൂ ഡ്രാഗണ്ണെ. പോടുന്നു. ഞാനൊന്നുമില്ല പണിയെടുക്കാൻ, എൻ്റെ ബാക്കിയാണല്ലോ ഈ. വെരി ഗുഡ്. എന്താ അനുസരണത്? മഴ പെയ്തിട്ട് എന്താ പറയുന്നത്, 2 ദിവസമായിട്ട് മഴ ഇല്ലാത്തത് കൊണ്ട് അമ്മേൻ്റെ മുരിങ്ങത വളഞ്ഞു കിടക്കുന്നു, അമ്പ് മാതിരി. വില്ല് വെട്ടാനായോ? കർക്കിടകത്തിൽ വെട്ടാൻ പറ്റില്ല. കർക്കിടകത്തിൽ എന്താ മുരിങ്ങ തിന്നാൻ പാടില്ല പോലും. എന്താണാവോ? കുറേ ദിവസം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട്. ആഹാ, എന്തൊരു വൃത്തി. എന്താ ഉണ്ടോ? ചാമ്പയ്ക്ക ഉണ്ടോ? മഴ ആയതുകൊണ്ടൊക്കെ വീണു പോവാ അല്ലേ? പേരൊക്കെ പറിക്കാൻ പോകുന്നതാ. പറിച്ചോളൂ, പഴുത്തില്ല. അമ്മയ്ക്ക് പച്ചയല്ല ഇഷ്ടം, ഈ പ്രായത്തിൽ കഴിക്കാം. വേറെന്താ ഇവിടെ പരിപാടി? പേരക്കത് അതിൻ്റെ ഉള്ളിൽ 2 എണ്ണം. ഈ ഉണങ്ങി നിൽക്കുന്നതൊക്കെ ചെരങ്ങേൻ്റെ ഇലയല്ലേ? കഴിഞ്ഞു അല്ലേ? കുമ്പളോ? അതാ കുമ്പളം. വത്തക്കാന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. തണ്ണിമത്തൻ. ഞങ്ങളുടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെയാണ് വത്തക്ക എന്ന് പറയാം. കണ്ട ചാമ്പയ്ക്ക വീണ് കിടക്കുന്ന ഇഷ്ടം പോലെ. മഴ ആയതുകൊണ്ടേ ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. അല്ല, മഴയത്ത് ഈ വെണ്ടയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ലേ? വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വെക്കാം അല്ലേ? എന്നിട്ടൊക്കെ പോവും. പിന്നെതാ ഇവിടെ അന്ന് വെച്ചാൽ കുഞ്ഞു വാഴയില്ല, ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഇത്രയും മണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതുകൊണ്ടോ ഇത്രയായി. ഇതെന്താ ഇയാൾ ഇവിടെ വന്ന് കിടക്കുന്നത്? ചെങ്കതളി ഏതായിരുന്നു? 2 എണ്ണം. ഒന്ന് അച്ഛനും ഒന്ന് അമ്മയും വെച്ചതാ. 2 ഏറെക്കുറെ ഒരേ വലുപ്പാ. ആരതാ ആദ്യം? മഞ്ഞൾ. പീനട്ട് ബട്ടർ പറിച്ച് തിന്നെ, പേരക്ക പറിച്ച് തിന്നെ. പണി കുറവാ. ഇപ്പൊ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഒരേ ഒരു സാധനം പീനട്ട് ബട്ടറാണ് കേട്ടോ. ബാക്കിയൊക്കെ മഴ ആയതുകൊണ്ടേ പ്രശ്ന. അപ്പം കുറച്ച് കൃഷിയായിട്ട് കണ്ട് ഈ വീണ് കിടക്കുന്നതൊക്കെ പേരക്കയാണല്ലോ. നമുക്ക് പറിക്കാൻ പറ്റാറില്ല. പിന്നെ കുറേ കിളി കൊണ്ടുപോകും. പിന്നെ അതവിടെ കുറച്ച് വെണ്ടയ്ക്ക വെക്കാനുള്ള പരിപാടിയിലാണ്. അമ്മേൻ്റെ ഇതാ ഓറഞ്ച്, എന്തായിരുന്നു ഒരു ബുഷ് ഓറഞ്ച് അല്ലേ? ഇതിലൊരു കായുണ്ട്. നമുക്ക് വേണോ? പുറത്തൊക്കെ പോയിട്ടേ അടി ഉണ്ടാക്കിയിട്ട് മേലൊക്കെ മുറിയായിട്ട് വന്നിട്ടുണ്ട്. സാമർത്ഥ്യമില്ല. മണ്ടനാ, ഭൂലോക മണ്ടനാ. പക്ഷെ അടി ഉണ്ടാക്കാൻ പോവും ചെയ്യും. പിന്നെ 2 ദിവസം ഞാനേ അച്ഛൻ്റെ ഒപ്പം കിടത്തി ഉറക്കി. രാത്രി ഇപ്പൊ വീട്ടിൽ കയറാറില്ല. അച്ഛന്റെ കോർക്കമ്പനി അതിന് വലിയ ശല്യം. അത് അമ്മ പറഞ്ഞ് കളിയാക്കും. ഇപ്പൊ അമ്മന്റെ മിനിഞ്ഞാന്ന് അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് കേൾപ്പിക്കുന്നു, കൂർക്കം വലിക്കുന്നു. എന്തൊരു പാവം നോക്കി. അതെ, ഞാൻ ഉണ്ടായിരുന്നു അപ്പം. അതായത് ഒരു ദിവസം അമ്മ പറഞ്ഞു കൂർക്കം വലിക്കുന്നത് ഇവിടെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞ്
അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ കൂർക്കം വലിക്കൊന്നുമില്ല. ആ അപ്പം ഇതേമാതിരി അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ. അപ്പം മിനിഞ്ഞാന്നുണ്ട് വീഡിയോ എടുത്തിട്ട് എല്ലാം ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നെ. എമ്മാതിരി കലപ്പടിയിലൊന്നുമില്ല അല്ലേ? കലപ്പടിയൊക്കെ തീർന്നു. ആയി വരണം. വേറെന്താ അമ്മ? അവക്കാഡോ ഒക്കെ വലുതായി അല്ലേ? ആ അത് പേരൊക്കെ പറിക്കാൻ പോകുന്നുണ്ട്. കുമ്പളം എവിടെയാ? ആ ഈ കാണിച്ചതല്ലേ? ആ ഓക്കെ. അത് പറിക്കാനായോ? ഞാൻ പീനട്ട് ബട്ടർ നിന്ന് നടക്കാം. യു നീഡ് ഹെൽപ്പ്? ഓക്കെ, ഞാൻ ചോദിക്കേ ഉള്ളൂ. വീഡിയോ അങ്ങനെ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചാണകപ്പൊടിയാണ് കേട്ടോ പോകുന്നത്. അത് കുറച്ച് കുഴപ്പമില്ല, അത് മതി. മഴ ഇപ്പം എന്തായാലും മഴയൊന്നും വരുന്നില്ല. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് എന്താവും അറിയില്ല. ഉണ്ടാവട്ടെ. എന്തായാലും കുറച്ച് വിത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് ആൾക്കാർ. അപ്പം അങ്ങനെ. എവിടെ? അത് കുഞ്ഞിതാ. അതന്നെ ചെറുതാവേ ആവുന്നേ ഉള്ളൂ. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഗംഭീരമായിട്ട് വലുതാവുന്നില്ല. കണ്ട, അല്ലെങ്കിൽ ഈ സമയത്ത് അത് പച്ച നിറം ഉണ്ടാവുക. അപ്പൊ അത് പഴുത്തു ഓൾറെഡി. അങ്ങനെയാണ് ഗൈസ്. ഇതെന്താ പരിപാടി? അതിപ്പോ നീ പറിക്കാൻ പോവാ? വെറുതെ പോണേന് നല്ലതല്ലേ? ഞാൻ പറിച്ചരാ. അയ്യേ, ചെറിയ കുട്ടികളമാതിരി ഇങ്ങോട്ട് മാറൂ. ഞാൻ വേറൊരു വടി എടുത്തിട്ട് അതുകൊണ്ട് കിട്ടില്ല. പക്ഷെ അത് പറിക്കണോ? നല്ല രസം ഉണ്ടാവും. അതിൽ മണ്ണാവും. അറ്റം അങ്ങോട്ട് തരും. അതിൽ മൊത്തം ഉറുമ്പാ. ഇങ്ങോട്ടാ? ഈ ഭാഗത്തേക്കാ? വീണുണ്ട്. പെറുക്കിക്കോളൂ. കഴിച്ചോളൂ. അതോ ചിബന ഡ്രാഗൺ അതിൻ്റെ അടിയിലുണ്ട്. കാണാനില്ലേ? വീണതാണല്ലോ മുഴുവൻ. അമ്മ കണ്ടതല്ലേ? അല്ലെ ചെടിയൊക്കെ ഒന്ന് കുലുക്കി വെക്കും. എന്താ ഉണ്ടോ? കിട്ടിയോ? കഴിച്ചോ. കയ്യിലൊക്കെ മണ്ണ. അമ്മ കഴിച്ചോളൂ. ഓക്കെ. ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ വെണ്ടക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. 2 മിനിറ്റ് 5 മിനിറ്റിൻ്റെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞു. ഉള്ള പച്ചയല്ലേ? കുറച്ച് മധുരം കുറവുണ്ട് അല്ലേ? വെറുതെ വീണു പോകുന്നതിനൊക്കെ നല്ലതല്ലേ? അങ്ങനെ എന്താ
ഇപ്പം അങ്ങനെയാണ് ഗൈസ്. ചെറിയ വിശേഷങ്ങളാണ്. അപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷീണം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കൃഷി. ഓക്കെ ആച്ചാ ടാറ്റ പറഞ്ഞോളൂ. ടാറ്റാ ടാറ്റാ ബൈ ബൈ ഗൈസ്.